നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പേരേ ഉണ്ടാവും. കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻ സി തുടങ്ങി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങളുടെ ഒരു കലവറയാണ് പേരയ്ക്ക. ശരിയായ രീതിയിൽ പരിചരണം നൽകിയാൽ നമുക്ക് ആവശ്യമായ പേരയ്ക്ക നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് അനായാസം വിളയിച്ചെടുക്കാം. അതിനാവശ്യമായ ചില ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളർത്തുവാനായി നല്ല ഇനം പേരയുടെ എയർ ലെയറിംഗ് ചെയ്തെടുത്ത തൈകൾ നടുവാനായി ശ്രദ്ധിക്കണം. ഈ വീഡിയോയിലുടനീളം ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് 1 വർഷം മുമ്പ് നട്ട VNR വെറൈറ്റി പേരയാണ്. ഇനങ്ങൾക്കനുസരിച്ച് കായുടെ വലിപ്പം, ഉൾക്കാമ്പിൻ്റെ നിറം, വിത്തുകളുടെ എണ്ണവും കടുപ്പവും തുടങ്ങിയവ വ്യത്യസ്തമായിരിക്കും. വിത്തുകളിൽ നിന്നും വളർത്തുന്ന ചെടികൾക്ക് മാതൃവൃക്ഷത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കൂടാതെ അവ കായ്ക്കുന്നതിന് കാലതാമസവും ഉണ്ടാവും. തൈ എങ്ങനെയാണ് നടേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 മീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ മേൽമണ്ണും ചാണകപ്പൊടിയും കലർത്തി നിറച്ച ശേഷം വേണം തൈകൾ നടാൻ. ഒപ്പം തന്നെ ഒരു താങ്ങുകാൽ നാട്ടി ചെടി ചേർത്ത് കെട്ടുന്നത് നന്നായിരിക്കും. ചൂട് കാലാവസ്ഥയിൽ നനച്ചു കൊടുക്കണം. ഉണങ്ങിയ കരിയില ഉപയോഗിച്ച് ചുവട്ടിൽ പുതയിടുന്നത് മണ്ണിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മാത്രമേ പേരയിൽ ധാരാളം കായ്കൾ ഉണ്ടാകൂ. ഭാഗികമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തും വളരുമെങ്കിലും കായ്കളുടെ എണ്ണവും വലിപ്പവും കുറവായിരിക്കും. പ്രൂണിംഗ് അഥവാ കൊമ്പുകോതൽ പേരയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ശിഖരങ്ങൾ വെട്ടിയൊതുക്കുന്നത് ചെടിയുടെ ആകൃതി നിലനിർത്തുന്നതിനും ധാരാളം മുളകൾ പൊട്ടി കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കും. ഈ പുതിയ ശിഖരങ്ങളിലാണ് പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. ഓരോ തവണയും കായ്കൾ പറിച്ചെടുത്ത് തീർന്ന ശേഷം ചെടി പ്രൂൺ ചെയ്യണം. അതുപോലെ തന്നെ മഴക്കാലത്തോടനുബന്ധിച്ച് പ്രൂണിംഗ് നടത്തുന്നതാണ് ഉത്തമം. വേനൽക്കാലത്ത് പ്രൂണിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 1 വർഷം 10 കിലോഗ്രാം അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി 2 തവണയായി മഴക്കാലത്തോടനുബന്ധിച്ച് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം. വളം ചേർത്ത ശേഷം ചുവട് ഭാഗം കരിയിലയിട്ട് പുതയിടണം. കാര്യമായ രോഗങ്ങളൊന്നും ബാധിക്കാതെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണ് പേര. പ്രൂണിംഗ് ചെയ്യുമ്പോൾ കരുത്തു കുറഞ്ഞതും ഉള്ളിലേക്ക് വളരുന്നതുമായ ശിഖരങ്ങൾ നീക്കം ചെയ്യുന്നത് ചെടിക്ക് നല്ല വായു സഞ്ചാരവും സൂര്യപ്രകാശവും ലഭ്യമാക്കാൻ സഹായിക്കും. ഇതുവഴി മീലിബഗ് പോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ സാന്നിധ്യവും ഇല്ലാതാക്കാം. എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പേര ഉൾപ്പെടെയുള്ള എല്ലാ ചെടികളിലും കീടനിയന്ത്രണം നടത്തുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീറ് എന്ന് വിളിക്കുന്ന ചുവന്ന ഉറുമ്പിനെ ഉപയോഗിച്ചാണ്. ചെടികളിൽ വരുന്ന ഒട്ടുമിക്ക കീടങ്ങളെയും അവ എടുത്തുകൊണ്ട് പൊക്കോളും. കായ്കൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവ തുണിയോ കവറോ ഉപയോഗിച്ച് പൊതിഞ്ഞു നിർത്തണം. കായീച്ച, ചാഴി പോലുള്ള കീടങ്ങളുടെ ആക്രമണത്തെ തടയാനും കായ്കൾ നല്ല വലിപ്പം വയ്ക്കാനും പോറലുകൾ ഇല്ലാതെ മിനുസമുള്ള പഴങ്ങൾ ലഭിക്കുന്നതിനും ഇത് സഹായിക്കും. ധാരാളം കായ്കൾ ഒന്നിച്ചുണ്ടായാൽ പഴങ്ങളുടെ വലിപ്പം കുറവായിരിക്കും. കായ്കൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു കുലയിൽ 2 or 3 എണ്ണം മാത്രം നിർത്തി ബാക്കി നീക്കം ചെയ്യുന്നത് വലിപ്പമുള്ള കായ്കൾ ലഭിക്കുന്നതിന് സഹായിക്കും. മുകളിൽ പറഞ്ഞതുപോലെ അല്പ ശ്രദ്ധ കൊടുത്ത് വളർത്തിയാൽ നമുക്ക് ആവശ്യമായ പേരയ്ക്ക നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അനായാസമായി വിളയിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.